ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓഷ്യൻ സൺഫിഷിനെ പറ്റിയാണ്. ലോകത്തിലെ എല്ലാ ചൂടുള്ളതും തണുത്തതും ആയ സമുദ്ര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മത്സ്യമാണ് ഓഷ്യൻ സൺഫിഷ്. ഉപരിതലത്തിനടുത്ത് ഒഴുകി പോകുന്നതായി കാണാൻ കഴിയും. ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇവയെ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരമേറിയ അസ്ഥിയുള്ള മത്സ്യമാണ് ഓഷ്യൻ സൺഫിഷ്. ഇവയുടെ ശരീരം വട്ടത്തിലും സമതലത്തിലും ഉള്ളതായിരിക്കും. വലിയ തല, ചെറിയ വാൽ, ഉയർന്ന ഡോർസൽ എന്നിവയും ഇവയുടെ പ്രത്യേകതയാണ്. ഈ മത്സ്യത്തിൻ്റെ ശരീരഭാരം 1000 കിലോഗ്രാം മുതൽ 2000 കിലോഗ്രാം വരെയും നീളം 1.8 മീറ്റർ മുതൽ 3 മീറ്റർ വരെ ആയിരിക്കും. വളരെ സാവധാനത്തിൽ നീന്തുന്ന മത്സ്യമാണ് ഓഷ്യൻ സൺഫിഷ്. തണുത്ത വെള്ളത്തിൽ നിന്ന് ചൂടുള്ള വെള്ളത്തിലേക്ക് വരാൻ സർഫസിൽ സൺബാത്ത് എടുക്കും. അതുകൊണ്ട് തന്നെ സൺഫിഷ് എന്ന് ഈ മത്സ്യത്തിന് പേര് ലഭിച്ചു. പലപ്പോഴും തീർത്തും ഹാംലെസ് ആണ് ഈ സൺഫിഷ്. ഇവയുടെ ഭക്ഷണം ജെല്ലി ഫിഷ്, ചെറിയ സ്ക്വിഡ്, സ്മോൾ ഫിഷ്, പ്ലാങ്ക്ടൺ, ക്രസ്റ്റസീൻസ് മുതലായവയൊക്കെയാണ്. ഒരു പ്രാവശ്യം പെൺമത്സ്യം 30 കോടി വരെ മുട്ടയിടുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന വെർട്ടിബ്രേറ്റ് ആണ് ഓഷ്യൻ സൺഫിഷുകൾ. ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ വളരെ ചെറിയവ ആയിരിക്കും. 2 മില്ലിമീറ്റർ മാത്രമായിരിക്കും അവയുടെ വലുപ്പം. ഈ മത്സ്യങ്ങൾ സർഫസിൽ നേരെ കിടന്ന് സൺബാസ്കിംഗ് ചെയ്യുമ്പോൾ കടൽ പക്ഷികൾ പറന്നിറങ്ങി അവയുടെ ശരീരത്തിന് മുകളിലുള്ള പരാദങ്ങളെ തിന്നാറുണ്ട്. ചിലപ്പോൾ ജെല്ലി ഫിഷ് കൂട്ടങ്ങളെ പിന്തുടരാറുണ്ട്. മനുഷ്യർക്ക് അപകടകാരിയായ മത്സ്യമല്ല. എന്നിരുന്നാലും ഇവയുടെ വലിപ്പം കാരണം ബോട്ടുകളുമായി ഇടിക്കാമെന്ന അപകടം മാത്രമാണ് ഉള്ളത്. വലിപ്പം വേഗത്തിൽ കൂടുന്ന മത്സ്യമാണ് ഓഷ്യൻ സൺഫിഷുകൾ. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത വിധം തികച്ചും വലിയ വേഗത്തിൽ വളരുന്ന മത്സ്യമാണിത്. പൂർണ്ണ വളർച്ചയെത്താൻ 10-15 വർഷം വരെ എടുക്കാം. മച്യൂർ ആയ ശേഷം വീണ്ടും മുട്ടയിടുന്നു. പിന്നീട് ജീവിതചക്രം തുടങ്ങുന്നു. ഓഷ്യൻ സൺഫിഷ് ആയുസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അവ ജീവിക്കുന്ന കടലിലെ ശത്രുക്കളായ ഷാർക്കുകൾ, ഓർക്കകൾ എന്നിവയും ജെല്ലി ഫിഷ് തുടങ്ങിയ ആഹാര ലഭ്യതയുടെ കുറവും കടലിലെ പ്ലാസ്റ്റിക് മലിനീകരണവും പ്രത്യേകിച്ച് പ്രൊപ്പല്ലർ പരിക്കുകളും മറ്റും ആണ് അവയുടെ ആയുസ്സ് കുറയാനുള്ള കാരണം. സാധാരണ പ്രകൃതിയിൽ 8-12 വർഷം വരെയും സുരക്ഷിത പരിപാലനത്തിനുള്ള ക്യാപ്റ്റിവിറ്റിയിൽ 20-25 വർഷം വരെയും ഓഷ്യൻ സൺഫിഷുകൾ ജീവിച്ചേക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.